പരീക്ഷയ്ക്ക് പഠിക്കാതെ പോകണം ഒരൊറ്റ മനുഷ്യരെ കാണത്തില്ല. എല്ലാവരും തലയും കുത്തി കിടന്ന് പഠിച്ചിട്ടായിരിക്കും പോണത്. എന്നിട്ട് നമുക്ക് 1 2 എത്രയും മാർക്കിന് പോയെന്ന് വെച്ചോ എന്നും പറഞ്ഞാൽ നമ്മളെ ഒരിക്കലും നമുക്ക് ഒരാളെ ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് നമ്മൾ ഈ ഒരു സ്ഥാനത്ത് വരുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പിന്നെ അതാണ് എനിക്ക് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്ന ഒരു കാര്യം എനിക്കതാണ്. പിന്നെ നമുക്ക് ആർക്കെങ്കിലും കിട്ടിയില്ലെങ്കിൽ വിളിച്ച് അയ്യോ കിട്ടിയില്ലേ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം അവർ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അത് ആ സമയം അവർക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ ആ ഒരു ഡേ അവരുടേതല്ലായിരുന്നു, അന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ പരീക്ഷയ്ക്ക് 50% നോളജും 50% ലക്കുമാണ്. അതെനിക്ക് എവിടെ വേണമെങ്കിലും പറയാൻ പറ്റും. കാരണം ലക്കെന്ന് പറയുന്ന ആ ദൈവമാണ് ഓപ്പോസിറ്റ് ഇരിക്കുന്നത്. അതിപ്പോൾ നമ്മൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പറയുന്നത് അങ്ങനെയാണ്. 50% നമ്മൾ കൊടുക്കാം, 50% ദൈവമാണ്. പിന്നെ ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ 30 മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സർജറി, ഓബ്സ് ഗൈനി, മെഡിസിൻ, PSM. ഇത് 3 4 30-32 വെയിറ്റേജ് ഉള്ള സാധനങ്ങൾ. പിന്നെ കൊച്ചു സബ്ജക്റ്റുകൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക. അതായത് ഡെർമ, സൈക്യാട്രി അതൊന്നും സ്കിപ്പ് ചെയ്യാതിരിക്കുക. കാരണം അത് 4 മാർക്കല്ലേ, കുഴപ്പമില്ല. ഞാനൊരു സ്കിപ്പ് ചെയ്തു. ഞാൻ ഡെർമ സ്കിപ്പ് ചെയ്തെന്ന് ആദ്യമേ പറഞ്ഞു. കാരണം എനിക്കതിന് സമയമേ കിട്ടിയില്ല. അതുകൊണ്ടാണ് എനിക്കത് തുറന്നു നോക്കാൻ പോലും ഉള്ളൊരു സമയം കിട്ടാഞ്ഞത്. അപ്പം നിങ്ങൾ ഒരു 5 മാർക്കാണ് 5 മാർക്കല്ലേ, പക്ഷേ ആ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ആ ഒരു 5 മാർക്ക് ഏതിന്ന് വന്നെന്ന് ആരും ചോദിക്കത്തില്ല. ആ ഒരു 1 മാർക്ക് കാരണമായിരിക്കും നമ്മൾ പാസ്സാവുന്നത്. അതാണ് അതിനകത്ത് മെയിൻ പോയിന്റ്. പിന്നെ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ. പിന്നെ ജൂനിയേഴ്സ് അറിയേണ്ട മെയിൻ കാര്യങ്ങൾ. എനിക്ക് ചിലതൊന്നും ചെയ്യാൻ പറ്റിയില്ല ഞാൻ പഠിച്ചിരുന്ന സമയത്ത്. സോ അത് നിങ്ങളിലോട്ടൊന്ന് പറഞ്ഞു തരാമെന്നുള്ളതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. നിങ്ങളിപ്പം അനാട്ടമി പഠിക്കുകയാണെങ്കിൽ പരീക്ഷ കഴിഞ്ഞിട്ടൊക്കെ അനാട്ടമി മടക്കി വെക്കാതെ അത് അടുത്ത വർഷവും സെം ബ്രേക്കിനൊക്കെ ഒന്നും കൂടെ തട്ടിത്തൂത്ത് നോക്കുക. ഇതൊക്കെയാണ് അങ്ങനെ ഒന്ന് നോക്കാൻ ശ്രമിക്കുക. എപ്പോഴും നമുക്ക് പറ്റണമെന്നില്ല. കാരണം പുറത്ത് പഠിക്കുന്ന നമുക്കറിയാമല്ലോ, കുക്കിങ് അത് ഇത്. അപ്പോൾ നമ്മൾ ഇച്ചിരിയും കൂടെ ബിസി ആയിരിക്കും നമ്മുടെ ഈ യൂഷ്വൽ ഷെഡ്യൂൾ കൊണ്ട്, ഈ ക്ലാസ്സൊക്കെ കൊണ്ട് നമ്മൾ ഇച്ചിരിയും കൂടെ ബിസി ആയിരിക്കും. അതിൻ്റെ ഇടയ്ക്കായാലും ഒരു സെം ബ്രേക്ക് കിട്ടിയാലും ഇത് നോക്കാൻ ശ്രമിക്കുക. പിന്നെ എപ്പോൾ ആപ്പ് എടുക്കണം, മാരോ എടുക്കണോ, പ്രിപ്പ് എടുക്കണോ, എന്തെടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് പലർക്കും. അതെനിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു പ്രിപ്പ് ലാഡർ എടുത്തു. പക്ഷേ ജെനുവിൻലി എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല പ്രിപ്പ് ലാഡർ. അപ്പം ഞാൻ ഈ പ്രിപ്പ് ലാഡർ മിസ്റ്റിൻ്റെ കൂടെ, അതായത് മിസ്റ്റ് പഠിച്ചിട്ട് പ്രിപ്പ് ലാഡർ ചെയ്ത് ക്വസ്റ്റ്യൻ ബാങ്കും ക്വസ്റ്റ്യനേഴ്സും ചെയ്താണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. പ്രിപ്പ് ലാഡറൊക്കെ മാരോ ആണോ എടുക്കേണ്ടതെന്ന് വെച്ചാൽ മാരോ ഞാൻ എടുത്തിട്ടില്ല. മാരോ ഒരു PG ലെവലാണെന്ന് തോന്നുന്നു. പക്ഷേ അത് കുറച്ചുകൂടെ നല്ലതാണ് മാരോ. പക്ഷേ പ്രിപ്പ് ലാഡറും നല്ലതാണ്. ഞാൻ നോക്കിയിട്ട് പ്രിപ്പ് ലാഡറും നല്ലതാണ്. പക്ഷേ ഇത് നമ്മൾ എപ്പോൾ എടുക്കണമെന്ന് വെച്ചാൽ ലാസ്റ്റ് ഒരു 3 ഇയേഴ്സ് എടുക്കാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 3 ഇയേഴ്സ് അല്ലെങ്കിൽ 2 ഇയേഴ്സ് നമ്മുടെ ഒരു കപ്പാസിറ്റി വെച്ച് എടുക്കുക. 1 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത വർഷം അതൊന്ന് റിപ്പീറ്റ് ചെയ്യാനുള്ളൊരു സാധ്യത ഒരുക്കി കൊടുക്കുക. അതാണ് നല്ലത്. മനസ്സിലായില്ലേ? ചിലപ്പോൾ നമ്മൾ എഴുതി വെക്കുന്ന നോട്ട് നമ്മൾ പിന്നെ ഒരു ദിവസം എടുത്തു നോക്കുമ്പോൾ ഇത് ആരുടെ നോട്ടാണെന്ന് നമുക്ക് തോന്നും. അത് സ്വാഭാവികമാണ്. അത് നമ്മളിപ്പോൾ 6 മാസം നമ്മളിപ്പോൾ കോച്ചിങ്ങിന് പോകണില്ലേ, അത് തന്നെ നമ്മളിപ്പം പഠിച്ചൊരു 4 മാസം ആകുമ്പോൾ പിന്നെയും നമ്മൾ ഫ്രണ്ടിലോട്ട് പഠിക്കുമ്പോൾ ഇത് ആരെഴുതി വെച്ചെന്ന് നമുക്ക് തോന്നും. അത് സ്വാഭാവികമാണ്. അത് നമ്മൾ പഠിക്കുന്നവർക്കൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു കോച്ചിങ്ങിന് പോകണം, അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക. അല്ലാതെ അയ്യോ അവിടെ അത് പഠിപ്പിച്ച് അവിടെ ഇത് പഠിപ്പിച്ച് പിന്നെ ഞാൻ ഇവിടെ പ്രിപ്പ് ലാഡറിൽ നിന്നും കൂടെ കുറച്ച് പഠിക്കാം, ഞാൻ മാരോയിൽ നിന്നും കൂടെ കുറച്ച് പഠിക്കാം, അങ്ങനെ പഠിക്കാൻ പറ്റുന്നവരുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് അത് പറ്റുന്നില്ലായിരുന്നു. കാരണം നമ്മൾ പലയിടത്തുനിന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക, ഒരു സ്ഥലത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് പഠിക്കുക. പലയിടത്തുനിന്നും കൂടെ പഠിച്ചാൽ ഉണ്ടല്ലോ എന്ത് പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ എക്സാമിന് വേണ്ടത് എന്തെന്നറിയോ, ഒരു ഫോട്ടോഗ്രാഫിക് മെമ്മറിയാണ് വേണ്ടത്. അതായത് നമ്മളിപ്പോൾ പോയിരിക്കുകയാണ്, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടി, ഇത് എവിടെ ആയിരുന്നു, സർജറിയിൽ ഏത് പേജിലായിരുന്നു, അവിടെ ഇന്ന ടോപ്പിക്കായിരുന്നല്ലേ അത് എന്ന് നമുക്ക് ഓർത്തെടുക്കാം. പക്ഷെ ഞാൻ ഒരു 10 ഇടത്തുനിന്ന് പഠിച്ചത് എന്തൊക്കെ ഓർക്കും, അതൊരു പ്രശ്നമാണ്. അത് വലിയൊരു പ്രശ്നമാണ് കേട്ടോ. അപ്പം അങ്ങനെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. പിന്നെന്താണ്, പിന്നെ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ക്വസ്റ്റ്യൻ ബാങ്ക് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ടോപ്പിക് ചെയ്യുക, അതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ സ്ട്രെസ് ചെയ്യണ്ടെന്ന് ഞാൻ പറയത്തില്ല, കാരണം സ്ട്രെസ് ആയിക്കോളും. നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഫാമിലി ഇഷ്യൂസ്, പിന്നെ
റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അതെല്ലാം മാറ്റി വയ്ക്കുക. ഫാമിലി ഇഷ്യൂസ് ഉണ്ടെങ്കിലും അതൊക്കെ കടിച്ചമർത്തി പഠിക്കുക. അതൊക്കെ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഡിസ്ട്രാക്റ്റ് ആയി പോകരുത്. അവസാനമൊക്കെ ആവുമ്പം നമുക്ക് തോന്നും ഇത് എന്നെ കൊണ്ട് നടക്കത്തില്ല, ഞാൻ അടച്ചു വെച്ച് ഇല്ല ഇത് നടക്കത്തില്ല എന്നും പറഞ്ഞ് നമ്മൾ അവിടെ കരഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്കവിടെ കരഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ഈ ഫുഡ് പോയിസൺ ആവുന്ന ഒരു ടൈമിൽ എൻ്റെ ക്ലാസ് ഇഷ്ടംപോലെ ക്ലാസ്സുകൾ പോയിട്ടുണ്ട്. അതും PSM ആണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ തകർന്ന തരിപ്പണമായ ഒരു സമയമായിരുന്നത്. പിന്നാണ് ഞാൻ ഇവരുടെ അടുത്തൊക്കെ ചോദിച്ച് എനിക്കിത് ഓൺലൈൻ തരുമോ എന്നൊക്കെ ചോദിച്ച് ഞാൻ ഓൺലൈനിലേക്ക് മാറിയ ഒരു ടൈമായിരുന്നത്. അപ്പം നമ്മൾ അവിടെ വെച്ച് ഞാൻ ക്വിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് എനിക്കിതുപോലൊരു ടിപ്പ് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ അവസാന നിമിഷം വരെ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ കാര്യം. അവസാനം നമ്മൾ ഇല്ല എനിക്കിത് പറ്റത്തില്ല, ഞാൻ അടച്ചു വെച്ചിരിക്കാൻ പോകണം, ഞാൻ സിനിമ കാണാൻ പോകണം, ഇല്ല അത് നടക്കത്തില്ല. അത് അവസാന നിമിഷം ആ എക്സാം സെൻറ്ററിൽ കയറുന്ന വരെ നിങ്ങൾ ശ്രമിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്തുവാണ്, പിന്നെ നിങ്ങളെ കൂടെ ഉള്ളവർക്ക് ഇപ്പോൾ ചിലപ്പോൾ മാർക്ക് കൂടി കഴിക്കാം എന്ന് പറഞ്ഞാൽ അയ്യോ ഞാൻ തിരിക്കും അതൊന്നും ടെൻഷൻ അടിക്കണമായിരുന്നു. നിങ്ങളെ കാര്യം നോക്കുക. പിന്നെ കൂടെ ഉള്ളവർക്ക് ഇപ്പം കുറച്ച് ബാക്കിലോട്ടാണെങ്കിൽ നിങ്ങൾ അവരെയും കൂടെ സഹായിക്കാൻ ശ്രമിക്കാം. പിന്നെ ഈ ഗ്രൂപ്പായിട്ട് പഠിക്കുന്നവർ കാണും. ഗ്രൂപ്പായിട്ട് പഠിക്കാൻ ഇഷ്ടമുള്ളവർ ഗ്രൂപ്പായിട്ട് പഠിക്കുക, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഒറ്റയ്ക്ക് പഠിക്കാൻ ഇഷ്ടമുള്ളവർ ഒറ്റയ്ക്ക് പഠിക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ ഇതൊക്കെ തന്നെ. പിന്നെ സ്ട്രെസ്സ് ഇതിൻ്റെ കൂടെ ഉള്ളൊരു ഫ്രീ പാക്കേജാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പം അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ. ഇതൊക്കെയാണ് നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ അടുത്തും കൂടെ ഇങ്ങനെയൊക്കെ ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നെങ്കിലെന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല, ഇത് തന്നെ മെയിൻ കാര്യം ഇത് തന്നെയാണ്. വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാൻ മറന്നുപോയി. ഇതിനകത്ത് എക്സാം എന്ന് പറയുന്നത് ക്ലിനിക്കൽ ബേസ്ഡ് എക്സാമാണ്. അതായത് ക്ലിനിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം ഇന്ന പേഷ്യൻ്റ് ഇന്ന BP അല്ലെങ്കിൽ ഇന്ന പേഷ്യൻ്റ് എന്തുവാണ് ഇപ്പോൾ ഒരു ഫോറിൻ ബോഡി ആയിട്ട് വന്നു. അപ്പോൾ ഒരു ചെസ്റ്റ് എക്സ്റേ ആയിരിക്കും തരുന്നത്. അപ്പോൾ അത് ആ ഒരു ഫോറിൻ ബോഡി ട്രക്കിയയിലാണോ ഈസോഫേഗസിലാണോ നമ്മൾ അത് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യുക. അങ്ങനെ ഓരോ ക്ലിനിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നിങ്ങൾ PGയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇപ്പം PGയിലെ ക്വസ്റ്റ്യൻസും ചിലതൊക്കെ ഇപ്പം FMGയിൽ റിപ്പീറ്റ് ആവുന്നുണ്ട്. അത് ഞാൻ പറയാൻ മറന്നു ഇതിനകത്ത്. അപ്പം PGയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ അതായത് നോക്കാൻ ശ്രമിക്കുക. PGയിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ ഇപ്രാവശ്യം PGയിൽ 1-2 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സാമിന്. പിന്നെ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞല്ലോ, 300 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കമ്പ്യൂട്ടർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, കമ്പ്യൂട്ടറിൽ പോയി ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലാതെ OMR ഷീറ്റ് അല്ല. പിന്നെ എനിക്ക് എക്സാം ജാനുവരി 20-നായിരുന്നു എക്സാം. ഇവിടെ കൊല്ലത്തായിരുന്നു സെൻറ്റർ. കൊല്ലത്തും ഉണ്ടായത്, പിന്നെ കോട്ടയമായിരുന്നു സെൻറ്റർ. എനിക്ക് കൊല്ലത്താണ് കിട്ടിയത്. രാവിലെ 8 മണി തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, പിന്നെ 5:15-നാണ് തീർന്നത്. ഇടയ്ക്കൊരു ലഞ്ച് ബ്രേക്ക് ഉണ്ട്, 12 to 12:30 ആയിരുന്നെന്ന് തോന്നുന്നു ലഞ്ച് ബ്രേക്ക്. അങ്ങനെ ആയിരുന്നു. പിന്നെ ഈ കമ്പ്യൂട്ടറിൻ്റെ ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു അത്രയും നേരം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഇതാണ് ഭയങ്കരമായിട്ട് നമ്മൾ ടയേർഡാവുകയും ചെയ്യും. പിന്നെ ആ ഒരു എക്സാം ഡേയിൽ തന്നെ നമ്മൾ ടെൻഷൻ അടിക്കരുത്. അതാണ് മെയിൻ കാര്യം. രാവിലെ എന്ത് പഠിച്ചോ അത് പഠിച്ചുകൊണ്ട് അങ്ങ് പോവുക. അത്രയും നാൾ എന്തൊരു പഠിച്ച് ഇതൊക്കെ പഠിച്ചത് മതി, അത്രേ പഠിക്കാൻ പറ്റൂ. കാരണം അവസാന നിമിഷം നമുക്ക് ഒന്നും പഠിക്കാൻ പറ്റത്തില്ല. അത്രയും നാളും എന്തൊരു പഠിച്ച് ഇതൊക്കെ മതി എന്ന് പറഞ്ഞാൽ അടച്ചു വയ്ക്കുക, രാവിലെ പോയി പരീക്ഷ എഴുതുക. ഇതാണ് മെയിൻ കാര്യം. ആ പരീക്ഷ ദിവസത്തിൻ്റെ അന്ന്. പിന്നെ അന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും നമ്മൾ ഈ 6 മാസം എന്തൊരു ചെയ്യുമായിരുന്നു. കാരണം നമുക്കൊന്നും ഓർമ്മയില്ലാത്ത കണക്കൊരു ഫീലിംഗ് നമുക്ക് അന്ന് വരും. അത് എല്ലാവർക്കും, അതിനിപ്പം എത്ര പഠിച്ച ആൾക്കാർക്കാണെങ്കിലും അങ്ങനെ ഒരു ഫീലിംഗ് വന്നിരിക്കും. നമ്മളവിടുത്തെ ENT ധവാൻ എന്ന് പറഞ്ഞ സാറുണ്ട്. ആ സാറ് തന്നെ പറയും, നിങ്ങൾക്ക് 300 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയണമെന്നില്ല, നിങ്ങൾക്ക് 150 ക്വസ്റ്റ്യൻ നിങ്ങൾ അറിയുമോ നിങ്ങൾ പാസ്സാവും. അങ്ങനെയാണ്. അതായത് എല്ലാവർക്കും 300 ക്വസ്റ്റ്യൻ അറിയണമെന്നില്ല. അത് ഒരിക്കലും മനുഷ്യരെ കൊണ്ട് സാധിക്കുന്ന കാര്യമില്ല. 300 ക്വസ്റ്റ്യനും എനിക്കറിയാം, ഞാൻ എല്ലാം പഠിക്കാൻ ഒരാളെ കൊണ്ട് പറ്റത്തില്ല. അതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. എല്ലാം ഒരാളെ കൊണ്ട് എന്തായാലും 6 മാസം കൊണ്ട് എന്തായാലും പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല. ഇതൊരു വാസ്റ്റ് ഏരിയയല്ലേ. അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ പഠിക്കുക. അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. പിന്നെ വേറൊരാളെയായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. അത് തന്നെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ അങ്ങ് താഴെ കൊണ്ട് എറിയുന്ന ഒരു ഇതാണ്. നമ്മളെപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കുക. എന്തിനാണ് നമ്മൾ പഠിച്ചത് അത് അത്രയും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. അത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്.
പിന്നെ അവിടുത്തെ ഫാക്കൽറ്റിയൊക്കെ നല്ല സപ്പോർട്ടീവായിട്ടുള്ളവരായിരുന്നു മിസ്റ്റിലുണ്ടായിരുന്നത്. പിന്നെ മൈക്രോബയോളജി ഒക്കെ നല്ലതായിരുന്നു, നല്ല സാർമാരായിരുന്നു മിസ്റ്റിൽ. പിന്നെ ഓൺലൈൻ പറയുകയാണെങ്കിൽ ഓൺലൈനിൽ ഞാൻ ഓൺലൈൻ എടുക്കാത്തതിൻ്റെ ഒരു കാരണമുണ്ട്. അതായത് എനിക്ക് എന്നെ തന്നെ ഒരു ഇതുണ്ട്. കാരണം നമ്മൾ ഓൺലൈൻ ആണെങ്കിൽ കുറച്ച് ഉഴപ്പും. സാറ് പറയട്ടെ, ഞാൻ ഇവിടെ ഇരുന്നിരുന്ന് ഇച്ചിരി നേരം ഇങ്ങനെ ഇരിക്കും, ഇച്ചിരി നേരം ഇങ്ങനെ ഇരിക്കും. എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എനിക്ക് ഓൺലൈനിൽ അത്രയും ഒരിതെനിക്കില്ല. എനിക്ക് ഈ ഓഫ്ലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയാണ് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കങ്ങനെയാണ്. എനിക്ക് ഓൺലൈൻ എനിക്ക് ഭയങ്കര ബോറാണ് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഓഫ്ലൈൻ പോയത്. പിന്നെ ഇതൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ടിപ്പ്. നിങ്ങൾക്ക് പഠിച്ചാൽ നിങ്ങളുടെ ഹാർഡ് വർക്ക് ഉറപ്പായിട്ട് നിങ്ങൾ പാസ്സാവും. നിങ്ങൾ ഇത്രയും നാളും ചെയ്ത ഹാർഡ് വർക്കിന് എന്തായാലും ഒരു റിസൾട്ട് ഉണ്ടാവും. അതൊക്കെ പ്രൂവൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നോ അത്രയും നിങ്ങൾക്ക് ജയിക്കാനുള്ളൊരു പോസിബിലിറ്റിയാണത്. ഒരിക്കലും നിങ്ങൾ ആ ആത്മവിശ്വാസം കൈവിടരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതൊക്കെ ഫോളോ ചെയ്യുക. പിന്നെ ജൂനിയേഴ്സ് അയ്യോ FMG ഇനി എന്നാണ്, ഞാൻ ഇനി എന്തൊരു ചെയ്യും, അങ്ങനെ ഒരു ടെൻഷനേ വേണ്ട. അത് നമ്മളിപ്പോഴേ ഒരു സ്റ്റെപ്പാണെങ്കിൽ ഒരു സ്റ്റെപ്പ് എടുക്കുക. അത് പക്ഷേ പിന്നെ ആ ഒരു സ്റ്റെപ്പ് തന്നെ ഇങ്ങനെ കയറി പോകുമ്പോൾ നമുക്ക് അവസാനം നമുക്ക് എന്തായാലും നമുക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പും ആദ്യമേ എടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ടെൻഷൻ അടിച്ച് ഇരുന്നിട്ടൊന്നും കാര്യമില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ അതിനു വേണ്ടി ചെയ്യുക. പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതെല്ലാം ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രമാണ്. അപ്പം നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക. എന്തായാലും ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വ്ലോഗ്.